കൊളറാഡോ പ്രാഥമിക ബാലറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ മെയിനിലും ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. മെയിൻ സംസ്ഥാനവും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രൈമറി ബാലറ്റിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെ നീക്കം ചെയ്തു. 2021 ക്യാപിറ്റോൾ ഹിൽസ് പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. 2021 ക്യാപിറ്റോൾ ജനാധിപത്യ വിരുദ്ധ കലാപം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിടാതെ പിന്തുടരുകയാണ്. മെയിൻ സംസ്ഥാനത്തെ പ്രസിഡൻഷ്യൽ പ്രൈമറി ഇലക്ഷൻ ബാലറ്റിൽ നിന്നുകൂടി ട്രംപിനെ ഒഴിവാക്കി. നേരത്തെ കൊളറാഡോ കോടതി എടുത്ത നടപടിക്ക് സമാനമായ നീക്കമാണ് മെയിനിലും ഉണ്ടായത്. 2021 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നടന്ന ക്യാപിറ്റോൾ പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുകയും നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു എന്നാണ് കൊളറാഡോ കോടതിയുടെ കണ്ടെത്തലായിരുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം ജനാധിപത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് അയോഗ്യതയായി കണക്കാക്കുന്നു. മെയിനിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന സ്റ്റേറ്റ് സെക്രട്ടറി ഷെന്ന ബെലാസ് ആണ് ബാലറ്റിൽ നിന്നും ട്രംപിനെ ഒഴിവാക്കാനുള്ള തീരുമാനമെടുത്തത്. കൊളറാഡോയിലെ നടപടിക്കെതിരെ ട്രംപ് US സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. തുടർന്നും സമാനമായി ഉണ്ടായ നടപടി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നത് തീർച്ചയാണ്. ജനാധിപത്യ ബോധം ഏറെ ശക്തമായി നിലനിൽക്കുന്ന അമേരിക്കൻ സമൂഹത്തിൽ കോടതി നടപടികൾ ട്രംപിനെ രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.